നമസ്കാരം. നിങ്ങൾക്കെപ്പോഴും ഒരു വ്യക്തിയെക്കുറിച്ച് തന്നെ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുകയാണോ? എപ്പോഴും ആ വ്യക്തിയെക്കുറിച്ച് മാത്രം ചിന്തകൾ, മറ്റെന്ത് കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റാതെ ഏത് സമയവും അയാളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രം. അത് രണ്ട് രീതിയിൽ വരും. ഒന്നൊരു വ്യക്തിയുമായി പ്രണയത്തിലായിരിക്കുമ്പോഴും വരും. അതല്ലെങ്കിൽ ആ വ്യക്തി പ്രണയത്തിലായതിനു ശേഷം വിട്ടുപോകുന്ന ഒരവസ്ഥയിലാണ്, അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് പോയാലും വരും. എപ്പോഴും അതേക്കുറിച്ചുള്ള ചിന്തകൾ. ആ വ്യക്തിയെ നിങ്ങൾക്ക് സ്വന്തമാക്കണം എന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പറ്റും. പക്ഷേ നിങ്ങളുടെ ഒരു പരിശ്രമം കൂടി അതിന് വേണം. അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ കാര്യം നടക്കും. പല ആളുകൾക്കും പല കാര്യങ്ങളും ചെയ്തിട്ട് ഒന്നും നടക്കാത്ത അവസ്ഥ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ മൊത്തം അധികവും അവർ വിചാരിച്ച കാര്യങ്ങളൊക്കെ കയ്യിലെത്തുമ്പോഴേക്കും അത് നഷ്ടപ്പെടുന്ന അവസ്ഥയായിരിക്കും. ഇത് മാത്രമല്ല, എന്ത് കാര്യങ്ങളും അവർ ബുദ്ധിമുട്ടിലൂടെ ആവും, അല്ലെങ്കിൽ പ്രശ്നങ്ങളിലൂടെ ആവും അധികം കടന്നു പോവുക ജീവിതത്തിൽ. അങ്ങനെയുള്ളവർക്ക് ആ നല്ല തടസ്സങ്ങൾ അവർക്ക് നിലനിൽക്കുന്നത് കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങളൊന്നും സംഭവിക്കാത്തത്. എന്ത് ചെയ്താലും അതിനൊരു ഫലം കിട്ടാത്തതും, അല്ലെങ്കിൽ ഫലം കിട്ടുന്നവരെ എത്തി അവസാനം കയ്യിൽ നിന്ന് പോകുന്നതും അതുകൊണ്ടാണ്. അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് അതൊക്കെ മാറ്റി ക്ലിയറായിട്ട് അവർ ഉദ്ദേശിച്ച കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. അതിൽ നിന്ന് നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാക്കി അത് ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടും നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നല്ല സ്മൂത്തായിട്ട് നടക്കാൻ തുടങ്ങും. അത് നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ മാറി കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ പിന്നെ എന്ത് ചെയ്താലും അതിന് ഉള്ള ഫലം പെട്ടെന്ന് കിട്ടാൻ തുടങ്ങും. ഇന്നിപ്പോൾ പറയാൻ പോകുന്ന വിഷയം, നിങ്ങൾക്ക് ഈ വ്യക്തിയെ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ചിന്തയിൽ വന്നുകൊണ്ടിരിക്കുന്ന ആ വ്യക്തിയെ നിങ്ങൾക്ക് സ്വന്തമാവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 21 ദിവസം ചെയ്യണം. അത് രാവിലെ എഴുന്നേറ്റ് നിങ്ങൾക്ക് മറ്റ് പരിപാടികൾക്കൊക്കെ പോകുന്നതിന് മുമ്പ്, അതായത് പ്രഭാതകർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മറ്റ് ജോലിയിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് ഒരു 10 മിനിറ്റ് നേരം നിങ്ങൾ അതിനു വേണ്ടി മാറ്റിവെക്കണം. അതിനുവേണ്ടി ചെയ്യേണ്ടത്, നിങ്ങൾ മെഡിറ്റേഷൻ മോഡിലിരിക്കുക. മെഡിറ്റേഷൻ മോഡിലിരുന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് മുന്നിൽ വയ്ക്കുക. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ശാന്തമായി കണ്ണുകളടച്ച് ശാന്തമായി ഒരു 7 പ്രാവശ്യം ബ്രീത്ത് എടുക്കുക. വളരെ സാവധാനം അത് പുറത്തേക്ക് വിടുക. അങ്ങനെ നമ്മുടെ മനസ്സൊന്ന് ശാന്തമാക്കിയതിന് ശേഷം കണ്ണ് തുറന്ന് ഈ വെള്ളത്തിലേക്ക് നോക്കുക. ഈ വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ആഗ്രഹമുള്ള ആ വ്യക്തിയുടെ മുഖമായിരിക്കണം മനസ്സിൽ. ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു, സ്വന്തമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളിലേക്ക് വരുന്നു എന്ന് വേണം ആ വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ കൃത്യമായിട്ട് ചിന്തയിൽ വരാൻ. മറ്റുള്ള ചിന്തകളൊന്നും ആ സമയത്ത് കടന്നു വരരുത്. കൃത്യമായിട്ട് ആ വ്യക്തിയെ നിങ്ങൾക്ക് കിട്ടി എന്നുള്ള ആ ഒരു അവസ്ഥയിൽ മുന്നോട്ട് സന്തോഷമായിട്ട് പോകുന്നു, ആ വ്യക്തിയാണ് എൻ്റെ കൂടെ ഉള്ളത് എന്നുള്ള ഒരവസ്ഥയിൽ വേണം അതിലേക്ക് നോക്കിയിരിക്കാൻ. അങ്ങനെ നോക്കിയിരുന്നതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം അതിലേക്ക് തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് പതുക്കെ ആ വെള്ളം എടുത്ത് നിങ്ങൾക്ക് കുടിക്കാം. കുടിച്ചതിന് ശേഷം നിങ്ങൾ ഒന്ന് കൈകൊണ്ട് മുഖമൊക്കെ ഒന്ന് തടവി എല്ലാത്തിനും ഒന്ന് നന്ദി പറയാം. നമ്മൾ പ്രപഞ്ചത്തോടും ദൈവത്തോടും എല്ലാത്തിനോടും, എനിക്ക് ആ വ്യക്തിയെ എൻ്റെ അടുത്തേക്ക് എത്തിച്ചു തരുന്ന പ്രപഞ്ചത്തിനോ ദൈവത്തിനോ, നിങ്ങൾ വിളിക്കുന്ന ഏത് ദൈവമാണ്, അതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എഴുന്നേക്കാം. ഇങ്ങനെ നിങ്ങൾ 21 ദിവസം കൃത്യമായിട്ട് ചെയ്യുക. അത് ഒരാഴ്ച ചെയ്യുമ്പോൾ തന്നെ ആ വ്യക്തിയിൽ അതിൻ്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. മാറ്റങ്ങൾ കണ്ടു തുടങ്ങാത്ത വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല തടസ്സങ്ങളുള്ള വ്യക്തികളാണ്. അവരെന്ത് ചെയ്താലും അവർക്ക് അത് ഒന്നും ഫലം കിട്ടാതെ പോവുകയാണ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് ഇത് ചെയ്യാൻ പറ്റാത്ത, ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കാനോ അല്ലെങ്കിൽ കോൺസെൻട്രേഷനോട് കൂടി ചെയ്യാനോ പറ്റാത്ത വ്യക്തികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അവരുടേതായ തടസ്സങ്ങൾ എന്താണോ അത് നീക്കം ചെയ്തിട്ട് വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ. ഇത് ചെയ്തു കഴിഞ്ഞാലും ഉറപ്പായിട്ടും വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ ഗുണം കിട്ടുക തന്നെ ചെയ്യും. അതിൽ യാതൊരുവിധ സംശയമില്ല. ഇതിനെല്ലാം നമ്മൾ വിശ്വാസത്തോടു കൂടി ചെയ്യുക എന്നുള്ളതാണ്. ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ വ്യക്തിയിലേക്കുള്ള എനർജി ആണ് നിങ്ങൾ പുറത്തേക്ക് വിടുന്നതും ആ ജലത്തിലൂടെ അത് നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങളിലേക്ക് തന്നെ ആ വ്യക്തിയെ ആകർഷിക്കാനുള്ള എല്ലാ പ്രപഞ്ച സപ്പോർട്ടും നിങ്ങൾക്ക് കിട്ടും.
അപ്പോൾ അതോടുകൂടി ആ വ്യക്തി നിങ്ങളിലേക്ക് കൂടുതൽ അടുത്ത് വരികയും ചെയ്യും. ഇനി ഈ വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാനും മനസ്സിലാക്കി അത് ചെയ്യാനും താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.